പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. മദ്രേസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ സമയമാണ്. നമ്മൾ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിറയാൻ മദ്രേസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലലൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നയിക്കപ്പെടുന്നതിന് വേണ്ടി കൃപ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കുന്നു, നമ്മുടെ അതരത്തെ ശുദ്ധമാക്കുന്നു, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നു. നമ്മുടെ കർമ്മങ്ങളിൽ നിറയുന്നു, ഹൃദയത്തിൽ നിറയുന്നു, ഹൃദയത്തെ ശുദ്ധമാക്കുന്നു. വിശുദ്ധീകരണത്തിന്റെ ഒരു അഭിഷേകം സ്വർഗം തുറന്നിറങ്ങി വരുന്ന എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന അത്ഭുതകരമായ അഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാ. പാപത്തിന്റെ വെട്ടുകൾ പൊട്ടുന്നു. ഹല്ലേലൂയ. ഹൃദയകാഠിന്യം കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും, എന്റെ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ വചനങ്ങൾ പാലിക്കുന്നതിൽ തീഷ്ണതയുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. സ്വർഗീയമായ ചിന്തകൾ ഈ ആലയത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന 10,000ങ്ങളിലേക്ക് സ്വർഗീയമായ ചിന്തകൾ, സ്വർഗീയമായ പ്രകാശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, അധരം വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യെശയ്യാ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. യെശയ്യായുടെ നാവിനെ കർത്താവ് ഈ കനലുകൊട്ട് വിശുദ്ധീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവായ അഗ്നി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവം ഇപ്പോൾ വിശുദ്ധീകരിക്കുകയാണ്. ഹൃദയം തുറന്നു വയ്ക്കപ്പെടട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന് മുൻപിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പ്രകാശ വർഷത്തിൽ, പ്രകാശധാരയിലേക്ക് ഹൃദയം തുറന്നു വയ്ക്കട്ടെ. ഇവിടെ ആയിരിക്കുന്നവർ, ശബ്ദപരിധിയിലുള്ളവർ, ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, കർത്താവിലേക്ക് ഹൃദയം തുറന്നു വയ്ക്കട്ടെ. നിന്റെ കുടുംബത്തെ തുറന്നു വയ്ക്കട്ടെ. നിന്റെ ജീവിത സാഹചര്യങ്ങളെ, നിന്റെ കടബാധ്യതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെ തുറന്നു വയ്ക്കട്ടെ. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ തൊടുന്ന കർത്താവാണ്, നിന്റെ കരം പിടിക്കുന്ന കർത്താവാണ്. ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തല്ല, ഞാൻ നിന്റെ കൂടെ വരുമെന്ന് നിന്നോട് അരുളി ചെയ്യുന്ന നിന്റെ ദൈവം എന്റെ ശക്തമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു എന്ന് നിന്നോട് അരുളി ചെയ്യുന്ന നിന്റെ രക്ഷകനായ ദൈവം, നിന്റെ സൃഷ്ടാവായ ദൈവം, നിന്റെ പരിപാലകനായ കർത്താവ്. ഹല്ലേലൂയ. തന്റെ തോളിൽ നിന്നെ എടുത്തു നടത്തുന്ന നിന്റെ രക്ഷകനായ ദൈവം, തന്റെ ചിറകുകളിൽ നിന്നെ വഹിക്കുന്നവൻ. നീ അലയാൻ, നീ തളരാൻ അനുവദിക്കാത്തവൻ, നിന്നെ അനാഥയായി വിടുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തവൻ. കുഞ്ഞേ തളരരുതേ, കുഞ്ഞേ പതറരുതേ എന്ന് നിന്നോട് അരുളി ചെയ്ത നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ മധ്യയുണ്ട്. ഇസ്രായേലിന്റെ രക്ഷകൻ അവരുടെ മധ്യയുണ്ട്. കോട്ടയാ, അഗ്നി കൊണ്ടുള്ള കോട്ടയാ നിന്റെ ഭവനത്തിന് ചുറ്റുമുണ്ട്.